CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏതായാലും ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നും കുറച്ച് താരങ്ങൾ ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി പുറത്തേക്ക് പോകുമെന്നുള്ളത്. ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോടും ISLനോടും അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. ഏതായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2024-25 സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ മോശം പ്രകടനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ ടീമിന് ഇതുവരെയായിട്ട് ഒരു മികച്ച ഫോം കണ്ടെത്താൻ കൂടി കഴിഞ്ഞിട്ടില്ല. ഇതിന് കാരണമായി എടുത്തു പറയേണ്ടത് പരിക്കുകൾ തന്നെയാണ്. നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒട്ടേറെ മികച്ച താരങ്ങൾക്ക് പരിക്കിന്റെ പിടിയിലുള്ളതിനാൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ തിരിച്ചടി നൽകുന്നുമുണ്ട്. ഏതായാലും അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഇനി ജനുവരിയിൽ ഇവർക്കൊക്കെ പകരക്കാരെ കൊണ്ടുവന്നാൽ മാത്രമേ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോവുകയുള്ളൂ. താരങ്ങളെ കൊണ്ടുവരുന്നത് പോലെ ബ്ലാസ്റ്റേഴ്സിന് മികച്ച താരങ്ങളെ വിൽക്കുകയും ചെയ്യേണ്ടി വരും. അഭ്യൂഹങ്ങൾ പ്രകാരം രാഹുൽ KP, ഇഷാൻ പണ്ഡിത, സൗരവ് മണ്ഡൽ, വിജോയ് ബർഗീസ്, ബ്രൈസ് മിറാണ്ട എന്നിവർ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നും പോവും അഥവാ ഒഴിവാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ രാഹുൽ KP ഒഴിച്ചുള്ള മറ്റു താരങ്ങൾ ആരും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സീസണിൽ കളിച്ചിട്ടില്ല. ബ്രൈസും സൗരവും ഇഷാൻ പണ്ഡിതയും ഇപ്പോഴും പരിക്കിന്റെ പിടിയിലാണ്. ഏറെ പ്രതീക്ഷകളോടെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി ഇഷാൻ പണ്ഡിതയ്ക്ക് ഇതുവരെ ISLൽ ഒരു ഗോൾ പോലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിക്കൊടുക്കാൻ പോലും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറെ സങ്കടകരമായ വാർത്ത തന്നെയാണ് ഇത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി ഏതായാലും അടുത്തൊരു വാർത്ത എന്നുള്ളത് ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരത്തെ കുറിച്ചാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2024-25 സീസണിലെ 11ാം റൗണ്ട് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ബംഗളൂരു FC-യാണ് നേരിടാൻ പോകുന്നത്. ബംഗളൂരുവിന്റെ ഹോം ഗ്രൗണ്ടായ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. കൂടാതെ തന്നെ ഇതുവരെയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ആ ഒരു തട്ടകത്തിൽ അഥവാ ശ്രീകണ്ഠീരവയിൽ വെച്ച് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് മറ്റൊരു ഫാക്ട് കൂടിയാണ്. കൂടാതെ തന്നെ ഇരു ടീമുകളും അവസാനം കളിച്ച മത്സരം തോറ്റുകൊണ്ടാണ് ഈ ഒരു മത്സരം കളിക്കുവാൻ വരുന്നത്. ബ്ലാസ്റ്റേഴ്സ് FC ഗോവയോട് 1-0 തോറ്റപ്പോൾ ബംഗളൂരു FC ഒഡീഷ FCയോട് 4-2 തോറ്റിട്ടാണ് ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ വിജയവഴിയിൽ തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഇരു ടീമുകളും നടത്തുക. ഏതായാലും ശ്രീകണ്ഠീരവയിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ സാധിക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു നാണക്കേട് മാറ്റാൻ കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുന്നത്. ഇതുവരെ 6 മത്സരങ്ങളാണ് ഇരു ടീമുകളും ശ്രീകണ്ഠീരവയിൽ നേർക്കുനേർ വന്നിട്ടുള്ളത്. ഇതിൽ 5 മത്സരവും ബംഗളൂരു FC വിജയിച്ചപ്പോൾ ഒരു മത്സരം സമനിലയിലുമാണ് അവസാനിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ബംഗളൂരു എത്തുമെന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ഇന്ന് പ്രതീക്ഷിക്കുന്നതും. ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ടീം ബംഗളൂരു എത്തിയപ്പോൾ വമ്പൻ സ്വീകരണം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് എയർപോർട്ടിൽ നിന്നും ആരാധകരിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മത്സരം തത്സമയം TV ടെലികാസ്റ്റിംഗ് വഴി സ്പോർട്സ് 18, സ്റ്റാർ സ്പോർട്സ് 3, ഏഷ്യാനെറ്റ് പ്ലസ് വഴിയിലും ഓൺലൈൻ സ്ട്രീമിംഗ് ആയി ജിയോ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ എല്ലാവർക്കും ഒരു ഹോപ്പ് ഉള്ളത് പ്രബീർ ദാസ് റൈറ്റ് ബാക്കിൽ തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി സബ് ബെഞ്ചിൽ നമ്മൾ ആ ഒരു താരത്തെ കണ്ടതുമാണ്. അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്കോർ ഒന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി എല്ലാവരും ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റ് അനാലിസിസും വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.